എന്തോന്ന് നീ നോക്കണം, നീ പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക്. പണി തീർത്താലേ നമുക്ക് പുറത്തോട്ട് ഒരുമിച്ച് പോവാം. സത്യം നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം എല്ലാവർക്കും കൂടി. സിനിമയ്ക്കാ? നീ എന്തോന്ന് മണി പറയണേ? എടി നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ കുറെ സാധനങ്ങൾ എന്തോ വാങ്ങിക്കണ്ടെന്ന് വീട്ടിലേക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുമിച്ച് അതൊക്കെ വേണ്ടി. അതാ അതിനാണ് ഇപ്പൊ വലിയ എക്സൈറ്റ്മെന്റ്. ഞാൻ വിചാരിച്ചു എവിടെയോ കറങ്ങാൻ പോണതായിരിക്കും. നീ പറഞ്ഞ പോലെ ഇപ്പം എല്ലാരും പോയിട്ട് പോണെങ്കിലേ ഇപ്പൊ ഒരു കള്ളനെ പിടിക്കാൻ 2 പോലീസുകാർ ഓടിയിട്ടുണ്ട്. ഇനി അവരെപ്പോ വരും? പിങ്കി വരാതെ പോകാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? അല്ലെങ്കിലും അതും പറ്റില്ല. പിന്നെ വേറെ കാര്യം പറയട്ടാ, ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ എന്റെ ഒരു പഴയ കാര്യമാണ്. ഇത് പിള്ളേരെ കാര്യോ? എല്ലാരും അല്ല, അവന്റെ മുടി മുറിക്കാൻ വേണ്ടി ഓട്ടിച്ചത്. എന്തോന്ന്? ഞാനേ ഡിഗ്രിക്ക് പഠിക്കും, ഫൈനൽ ഇയർ. അന്നത്തെ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഹിപ്പി ആണല്ലോ, മുടിയൊക്കെ ഇങ്ങനെ ചെവിയിലൊക്കെ അമിതാഭ് ബച്ചൻ സ്റ്റൈല് മുടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ മുടി വളർത്താന്ന്. വളർത്തി. ഞാൻ പറഞ്ഞില്ലേ കോളേജ് പഠിക്കുമ്പോ. എന്നിട്ട് ഒരു 6-8 മാസം വരെ വളർത്തി, മുടിയൊക്കെ നീണ്ടു വന്നു. പക്ഷെ അമ്മ പിന്നെ മിണ്ടൂലടി. അമ്മ ഫുൾ കലിപ്പ് വന്നു. അയ്യോ. പിന്നെ ഒരു ദിവസം എന്നെ കണ്ടം വഴി ഓടിച്ചു. ഞാൻ പിടിയൊന്നും കൊടുത്തില്ല, അമ്മ അങ്ങനെ ഓടിച്ചു. ഈ രാമനെ കണ്ടല്ലോ, അവനൊക്കെ അന്ന് അമ്മയുടെ സൈഡായിരുന്നു. അപ്പച്ചി മുടി വെട്ടിക്കണം പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഉണ്ണിമാമനും സമ്മതിക്കില്ലായിരുന്നു മുടി വളർത്താൻ. പിന്നെ അമ്മയ്ക്ക് പിടി കൊടുത്തില്ല. പക്ഷെ അമ്മ അവിടെ നിന്ന് ഒരു താക്കീത് ചെയ്ത്, നീ മുടി വെട്ടിട്ട് വീട്ടിൽ കയറിയാ മതി എന്ന് പറഞ്ഞു. വൈകുന്നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം രക്ഷയില്ല. പിന്നെ ഞാൻ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു. ആദ്യം വന്ന് രാത്രി അമ്മ നോക്കുന്നത് ഞാൻ മുടി വെട്ടി വന്നാണ്. ഞാൻ സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ കയറിയത്. ഫോട്ടോ അല്ലതുകൊണ്ട് അന്നത്തെ ഫോട്ടോ ഒന്നുമില്ലല്ലേ? മുടി വളർത്തിയ ഫോട്ടോ ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ടുണ്ടാവല്ലേ? വൃത്തിയാടാ, എല്ലാരും നന്നായിന്നാണ് പറഞ്ഞത്. കൂട്ടുകാരൻ. പെണ്ണുങ്ങളാ? പെണ്ണുങ്ങളല്ല, ആൺകുട്ടിയില്ല. എല്ലാരും പറഞ്ഞു നന്നായിട്ടുണ്ട്. രവീന്ദ്രന്റെ മുടി ബെസ്റ്റ് ആയിട്ടുണ്ടെന്ന്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചു വരുമ്പോ നിനക്ക് നല്ല മുടിയില്ലായിരുന്നു. എന്റെ മുടിയുടെ കാര്യമൊന്നും പറയണ്ട. പണ്ടേ അപ്പുറത്തെ വീട്ടിലെ മുത്തിയമ്മ പറയുമായിരുന്നു, ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള മുടിയുള്ളത് എനിക്കാണ്, നല്ല പനങ്കൊല പോലത്തെ മുടി. സത്യം പറയുമായിരുന്നേ. പക്ഷേ വേറെ കാര്യമാണ്, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ. എനിക്ക് മുടി ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഈ പണ്ടാരം ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഈ പിങ്കിയെ പ്രസവിക്കുന്നവരെ നിനക്ക് നല്ല മുടി ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ? കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലുള്ള പിള്ളേർക്കൊക്കെ മറ്റേ ബോബ് കട്ടൊക്കെ ആയിരുന്നു. അന്ന് ബോബായിരുന്നേ ഫാഷൻ. അപ്പൊ ഞാൻ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞ് എനിക്കും ബോബ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഈ ബുക്കിന്റെ കവർ പേജിൽ വന്ന ഒരാളുടെ ഫോട്ടോ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോ? അച്ഛനും ഒരു കുഴപ്പമില്ല. അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിച്ചില്ല. സമ്മതിക്കാത്തത് ആര്? മണിക്കൂട്ടൻ ചേട്ടൻ. എന്നെ ഇനി ആ ഏരിയയിലിട്ട് ഓട്ടിച്ചു കളഞ്ഞു. ഒരു രക്ഷയില്ല. ഒരു ഫാഷനും കാണിക്കാൻ സമ്മതിക്കൂലായിരുന്നു. എല്ലാ മുടിയും പോയി. ഇപ്പൊ മുട്ടയായല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മുടി ഫുൾ നരച്ചു കഴിഞ്ഞാലേ അതൊന്നുമല്ല, ഞാൻ ബോയ്ക്കട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനത്തെ വേഷമൊന്നും ഇടൂല. ഫുൾ യോയോ, മറ്റേ ഫ്രോക്ക്, മിഡി ടോപ്പ്, മറ്റേ ഡിക്കമ്മ ഇല്ലേ സുമാരി, ആ സ്റ്റൈലിൽ നടക്കുള്ളൂ. നമ്മുടെ മക്കൾക്കൊക്കെ മക്കളാവുമല്ലോ. നമ്മൾ അമ്മുമ്മ അപ്പനൊക്കെ ആവുമ്പോ പിള്ളേര് പറയണം അമ്മുമ്മ അടിപൊളി യോയോ ആണെന്ന്. ബാങ്ക് ഓഫീസറുടെ ഭാര്യയാണ്. ബാങ്ക് ഓഫീസറുടെ ഭാര്യക്ക് മുടി വെട്ടിക്കൂടെ? എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, അവളുമാരും കൂടെ സമ്മതിക്കണം. അവളുമാര് സമ്മതിച്ചില്ലെങ്കിൽ അതുവഴി അങ്ങ് പൊയ്ക്കോണം. അവളുമാർക്കൊന്നും മുടിയോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മൂത്തവർക്ക് മുടി ഇഷ്ടമാണ്, മറ്റവർക്ക് മുടി വെട്ടണം നല്ലേ. അവളുടെ മുടിയും ശരിയല്ലല്ലോ. അല്ല, ഈ പോയത് കണ്ടില്ലല്ലോ. ദൈവമേ, എന്തോ നായോ എന്തോ. ഞാൻ നോക്കട്ടെ. നീ എന്തായാലും വന്ന് പെട്ടെന്ന് പണി തീർക്കും കേട്ടോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.